പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാർ. നാരങ്ങ വാങ്ങിക്കൊണ്ട് വന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഡപ്പയ്ക്കകത്തിട്ടിട്ട് ഉപ്പുപൊടിയിട്ട് നല്ലതായിട്ട് അടച്ചു വെക്കണം. ഒരു മാസമെങ്കിലും ഏകദേശം ഇരിക്കുവാണെങ്കിൽ അത് നല്ലതായിട്ട് അലുത്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് അച്ചാറിടാം. അച്ചാറിടുന്നതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിന് നമുക്ക് കടുക്, മുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത്, വിനാഗിരി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, ഉലുവ, ഉപ്പ്, വെളിച്ചെണ്ണ, കരിവേപ്പില, നല്ലെണ്ണ, കായം. ഇത്രയും സാധനം വേണം. പിന്നെ ഈ അച്ചാറിടുമ്പോൾ എല്ലാവരും പറയും അച്ചാർ പൂത്തു പോകുന്നുള്ളൊരു പ്രശ്നം. അത് പൂത്തു പോകാതിരിക്കാനുള്ള ആ പൊടിക്കൈയും കൂടി ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ ഈ വീഡിയോയിൽ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അച്ചാർ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിന് തീ കത്തിക്കുകയാണേ. പിന്നെ ചീനിച്ചട്ടിയുടെ അടിവശത്ത് കട്ടിയുള്ള ഇത് പാത്രം വേണം വെക്കാനേ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വേഗം കങ്ങം കയറും. കങ്ങം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് ചട്ടി നല്ലതായിട്ട് ചൂടാകട്ടെ. ചട്ടി ചൂടായി നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആദ്യമേ ഒഴിച്ചത് വെളിച്ചെണ്ണയാണ്, ലേശം നല്ലെണ്ണയും കൂടെ. എണ്ണ നല്ലതായിട്ട് ചൂടാകട്ടെ. എണ്ണ ചൂടായി നമുക്കിനി കടുക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം ഉലുവ ഇട്ട് കൊടുക്കുക. രണ്ടും കൂടെ നല്ലതായിട്ട് പൊട്ടട്ടെ. പൊട്ടി തീരുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തെറുക്കി. ഇതിങ്ങനെ പതഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങുന്നത്. ഉണ്ടോ? രണ്ടും കൂടെ പൊട്ടുന്ന ടപ്പയെന്നുള്ള വെച്ച് കണ്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം, അല്ല ചെറിയ ഉള്ളി ഇട്ടിട്ടാട്ടെ. അത് മൂക്കട്ടെ. നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ വെളുത്തുള്ളി ഇടണം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒരുവിധം മൂപ്പായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇഞ്ചി ഇടണം. വെളുത്തുള്ളി ചുവന്ന്. ഇനി നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി നല്ലതുപോലെ ചുമന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഞാൻ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും കൂടെ ഉള്ളത്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും നാരങ്ങ ഉള്ളതുകൊണ്ട് ഒരു 4 സ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി. നല്ലതുപോലെ ചുമക്കുന്നത് വരെ നമ്മൾ സിമ്മയിലിട്ടുണ്ട് വേണേ. ഉണ്ടോ? നല്ലതായിട്ട് മുളക് ചുമക്കട്ടെ. നല്ലതായിട്ട് മുളക് ചുമന്ന് വരുമ്പോഴത്തേക്കിന് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി നല്ലതായിട്ടൊരു സ്പൂൺ ഇടാം. എന്നാന്ന് വെച്ചാൽ നമുക്ക് അച്ചാറൊക്കെ പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി നല്ലതായിട്ട് ഇട്ടെന്നാൽ കുറ്റമില്ല. എല്ലാവർക്കും അച്ചാർ വെക്കുമ്പോഴത്തേക്കിനുള്ളൊരു പ്രശ്നമാണ് അച്ചാറിടുന്നത് പൂത്ത് പോകുന്നു. അപ്പം നമ്മൾ കൂടുതൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കണം. പിന്നെ അച്ചാർ വെക്കുമ്പോഴത്തേക്കിന് വെള്ളം ഒഴിക്കരുത്. അധികം എന്നല്ല, വെള്ളം ഒഴിക്കരുത് നാരങ്ങ അച്ചാർ ഇടുമ്പോഴത്തേക്കിന്. നമ്മൾ ഈ അരിഞ്ഞ് വെക്കുന്ന നാരങ്ങയ്ക്കകത്ത് വെള്ളമുണ്ട്. അതും കൂടെ ഇനി നമുക്ക് ഈ നാരങ്ങ ഇതിനകത്തേക്ക് ഇട്ട് വഴറ്റണം. നാരങ്ങ ഇട്ട് സിമ്മയിലത് കിടക്കുന്നത് കേട്ടോ. സിമ്മയിലല്ലെന്ന് ഒരു അരപ്പ് വേഗം വന്നു. അതിൻ്റെ സിമ്മയിലിട്ടുകൊണ്ട് നമുക്കത് ഈ നാരങ്ങയും കൂടി ഇട്ട് വഴറ്റണം. നാരങ്ങ എങ്ങനെയാണ് നമ്മൾ വഴറ്റി വരുമ്പോഴത്തേക്കിന് അതിന് വെള്ളമുണ്ട്. പിന്നെ വെള്ളം കിട്ടും. പിന്നെ അച്ചാറിടുമ്പോഴത്തേക്കിന് എല്ലാവരും ഈ വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്നത് കൊണ്ടാണ് അച്ചാർ വേഗം പൂക്കുന്നത്. ഇങ്ങനെ ഇതിനകത്ത് വെള്ളമയം വരും. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് അടച്ച് ഡപ്പയ്ക്കകത്ത് വെക്കുമ്പോഴത്തേക്കിന് ഈ ഉപ്പുനീരും ഉപ്പിൻ്റെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിന് ഒന്നുകൂടെ അങ്ങ് അലുക്കുമല്ലേ.
അലക്കുമ്പോഴത്തേക്കിന് പിന്നെയും വെള്ളം ആയിക്കോളും തിളക്കും. ഇപ്പോൾ ഇത് ഏകദേശം നല്ലതായിട്ട് വഴന്നു, ഏകദേശം എല്ലാം നല്ലതായിട്ട് വഴന്നു ഉണ്ടോ. നല്ലതായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കരിവേപ്പില അങ്ങോട്ട് ഇടണം. കരിവേപ്പില ഇട്ട് ഇളക്കണം. എന്നിട്ട് കായപ്പൊടി ഇടണം. കായപ്പൊടി നല്ലതായിട്ട് 1 സ്പൂണ് ഉണ്ടോ. അപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലായില്ലേ ഉണ്ടോ. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. വിനാഗിരി പിന്നെ നല്ല പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തുടത്തിന് മാത്രം ഒഴിക്കാം ഉണ്ടോ. അന്നേരം നമുക്ക് ആവശ്യത്തിനുള്ള ചാറാകും ഉണ്ടോ. വെള്ളം ഒഴിക്കുകയേ ചെയ്യില്ല അച്ചാറിടുമ്പോൾ കണ്ടോ. ഇനി നമുക്ക് ലേശം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആ വിനാഗിരിക്ക് ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തത്. ഇപ്പം നമ്മുടെ അച്ചാർ ഏകദേശം ഇവിടെ ആയിരിക്കുവാണ്. 1 മിനിറ്റും കൂടെ ഇളക്കാം. എന്നാന്ന് വെച്ചാൽ ആ വിനാഗിരിയുടെ ആ വെള്ളമയമേ ഇങ്ങോട്ട് പൊക്കോട്ടെ. എൻ്റെ നാരങ്ങയുടെ ഈ അല്ലിയെല്ലാം കൂടെ പൊട്ടി അതിനകത്ത് വെള്ളം വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ചാറാകും. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. ഈ ഇതിനകത്ത് ഡപ്പയ്ക്ക് അതോട്ട് കോഴുവാണേ, ഈ ബബിളിനകത്തോട്ട്. ഈ ബബിളിനകത്തോട്ട് കോരി മാറ്റി. ഇതിനി പൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി എന്താ ചെയ്യണമെന്നാ, വിനാഗിരി ആണെങ്കിലും നമ്മൾ പച്ചയോടെ ഒഴിക്കല്ലേ. ഇത് നാരങ്ങ അടുപ്പിലിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴിച്ചു അതുപോലെ ഒഴിക്കണം. എന്നാൽ നമുക്ക് ഒത്തിരി നാളത്തേക്ക് ഇനി നാരങ്ങക്കറി വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും. എല്ലാവരും പറയുന്നുണ്ട് നാരങ്ങ പൂത്ത് പോകുന്നു അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഈ വിനാഗിരി തിളയ്ക്കാതെയൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് അച്ചാർ പൂത്ത് പോകുന്നത്. പിന്നെ നമ്മൾ ഈ പാത്രത്തിനകത്തുനിന്ന് വേറെ കുപ്പിക്കകത്തോ ഭരണിക്കകത്തൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കിന് ഒരു കനം കുറഞ്ഞ വെള്ളത്തുണി എടുത്ത് നല്ലെണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് ഇതിനെ നല്ലതായിട്ട് പൊതിഞ്ഞ് മേളി വെക്കണം. അതിന് മേളി ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുന്നേരം തെറ്റില്ല. നേരത്തേന് നമ്മുടെ കറി പൂക്കാതിരിക്കും. പിന്നെ കറി എടുക്കുമ്പോഴത്തേക്കിന് കൈ കിട്ടുന്ന സ്പൂണിലായിട്ട് പോരില്ല, വെള്ളമേ ഇല്ലാത്ത സ്പൂണിലേ പോരാവുള്ളൂ. അപ്പം പൂക്കത്തൊന്നുമില്ല. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയതായി കാണുന്ന ആളുകൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.